അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഒരു ക്യൂട്ട് ഫ്രെയിം ഉണ്ടാക്കാം. വെറും ഫ്രെയിമില്ല, നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്രെയിം. അതും നമുക്ക് ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ മാറ്റി കൊടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 4 പോപ്സിക്കിൾ എടുക്കുക. എന്നിട്ട് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ശേഷം ഇതുപോലത്തെ 2 ഉണ്ടാക്കണം. എന്നിട്ട് ഒരു പോപ്സിക്കിൾ എടുക്കുക, അതിനെ പകുതിയാക്കുക, അതിന് ഒന്നും കൂടി പകുതിയാക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പക്ഷേ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നതിന് പകരം പരമാവധി ഫ്ലെക്സ് ക്യുക്കൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിൽ നല്ലത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളൂ. അപ്പോൾ പറഞ്ഞ പോലൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ പരിപാടി? ഡെക്കറേഷൻ. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ആ റെയിൻബോ എന്നെ നോക്കി പേടിപ്പിക്കുന്നതുകൊണ്ടൊന്നും പറഞ്ഞ് പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു റെയിൻബോ ആ ചെറിയൊരു ഫ്രെയിമിന് ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ബോ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ബോ മാത്രമായതുകൊണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയാത്തതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂട്ട് സ്റ്റിക്കറും അതിൽ ഒട്ടിച്ചു കൊടുത്തു. അതിൽ വന്നപ്പോഴാണ് മൊത്തം ഒരു ക്യൂട്ട്നെസ് വന്നത്. പിന്നെ വരുന്ന ഈ സ്റ്റാൻഡ്, അതാണ് നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഫ്ലെക്സ് ക്യുക്കൻ യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൽ മെയിൻ വരുന്നത് നമ്മളെ ഡെക്കറേഷനും നമ്മൾ ഇട്ടിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും ഹൈലൈറ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡെസ്കിലും വെക്കാം, മതിലും തൂക്കാം. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്തായാലും മറക്കണ്ട. ഇനി നിങ്ങൾക്കിപ്പോൾ ഇതിൽ ആ റാബിറ്റിനെയാണോ റെയിൻബോ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.